ഇന്നലെ നമ്മൾ എന്താ പറഞ്ഞു നിർത്തിയ പണിക്ക് പോകുന്ന കാര്യമല്ലേ? അത് തന്നെ, പണിക്ക് പോകണമെന്നുണ്ടെങ്കിലേ രാവിലെ കുറച്ച് നേരത്തേക്ക് എണീക്കണം. ഇല്ലെങ്കിൽ എന്താവും വെച്ചാൽ ഈ വെളുപ്പാങ്കാലത്ത് ഇങ്ങനെ കിടന്ന് ഓടേണ്ടി വരും. നമ്മൾ 9 മണിക്ക് എത്താൻ വേണ്ടിയിട്ട് 8:15 ഇറങ്ങിയിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ കുറച്ച് വിറക്കൊക്കെ ചെയ്യും, അതിന് കുറ്റമൊന്നുമില്ല. വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങിയതുകൊണ്ടേ ചെന്ന് കയറിയത് കറക്റ്റ് സമയമായതുകൊണ്ട് 11 മണിക്ക് പിന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റും. വയറ് വിശന്നിരുന്ന് ശീലമില്ലല്ലോ, അപ്പൊ കുറച്ച് ആക്രാന്തൊക്കെ. നമ്മൾ വന്ന കാര്യം മറക്കാൻ പാടില്ലാത്തതുകൊണ്ട് കുറച്ച് പണിയൊക്കെ എടുക്കുന്നുണ്ട്. രാവിലെ നടന്നു വന്നതുകൊണ്ടേ ഒട്ടും ക്ഷീണമില്ല. 2 കൗണ്ടർ മാറി മുതലാളി ഇരിക്കുന്നുണ്ടേ, പണിയെടുത്തില്ലെങ്കിൽ പ്രശ്നം. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് കിടന്ന് അഭിനയിക്കുന്നുണ്ട്. കുറച്ച് നേരം നമ്മൾ ആത്മാർത്ഥമായി പണിയെടുത്താൽ പിന്നെ നമ്മൾ കുറച്ച് നേരം വെറുതെ ഇരിക്കണമല്ലോ. അത് നമുക്കിപ്പോൾ എവിടെയാണെങ്കിലും ശീലമാണ്. വെറുതെ ഇരിക്കണം എന്നുള്ളത് നമ്മൾ മാത്രം ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ, വരുന്നവരും കൂടെ ചിന്തിക്കണ്ടേ. കുറച്ച് നേരം നോക്കിയിരുന്നാൽ പിന്നെ എനിക്ക് പ്രാന്താ, എനിക്ക് ദേഷ്യമാണ്. അതാണ് എന്താണെന്ന് എനിക്കേ. കസ്റ്റമർക്ക് കൊടുക്കേണ്ട ബില്ലൊക്കെയാണ് ഞാനെടുത്ത് അതിൻ്റെ ഉള്ളിലിടുന്നത്. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഉണ്ട് ബില്ല് ടാലി ആവുന്നില്ല. പിന്നെ ആലോചിച്ച കൊടുക്കേണ്ട ബില്ലൊക്കെ ഞാൻ എടുത്ത് ഇതിൻ്റെ ഉള്ളിൽ ഇട്ടിരിക്കുന്നല്ലോ. പിന്നെ അതൊക്കെ തപ്പി പിടിച്ചെടുത്ത് കളഞ്ഞ് പുതിയതായിട്ട് ബില്ലൊക്കെ അടിച്ചിട്ട് കുറച്ച് നേരത്തേക്കാണെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് പോലും അറിയുന്നുണ്ടായിരുന്നു. ഇതാലോചിച്ച് കുറച്ച് നേരം അവിടെ കിളി പോയിരുന്നപ്പോഴാണ് ആലോചിച്ച് ഞാൻ എന്തൊക്കെയായി കാണിച്ചു വെക്കുന്നുണ്ട്. ഈശ്വരാ, നമ്മുടെ ഇവിടെ ഒരു ചേച്ചി ഉണ്ട്. ആ ചേച്ചി ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് വിശക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് അപ്പുറത്തെ കടയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിത്തരും. ഇന്നലെ നമുക്കാണെങ്കിൽ ലൈമും പപ്സും വാങ്ങി തന്നെ. ഇന്ന് അത് വാങ്ങി തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. അപ്പോൾ വേറെ എവിടെ നോക്കിയപ്പോൾ വേറെ എവിടെ ഒന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞു എന്താക്കി ലൈമ് മാത്രം മതി. പിന്നെയാണെന്നുണ്ടെങ്കിൽ ലൈമൊക്കെ കുടിച്ചിട്ട് 4:30 ആയപ്പോൾ ഞാൻ ഇറങ്ങി. പുറത്താണെങ്കിൽ നല്ല മഴയായിരുന്നു.